സംസ്ഥാനത്ത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ മിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തൃശൂർ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറി. മഴ കുറഞ്ഞതോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് ലേശം ഒഴിഞ്ഞു തുടങ്ങി. തീരദേശ മലയോര മേഖലകളിൽ ജാഗ്രത വേണം. കേരള തീരത്ത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അപ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും ഓരോ റിപ്പോർട്ടർമാരൊക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആദ്യം കൊച്ചിയിൽ രാഗിനിലേക്ക് പോവുകയാണ്. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊച്ചിയുടെ സ്ഥിതി എങ്ങനെയുണ്ട്? ആകാശം പൊതുവെ ഇരുണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ രാവിലെ. മഴയെങ്ങാനും തുടങ്ങിയോ? മഴ ഇപ്പോൾ രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. 6:30 മണിയോടുകൂടി ഇപ്പോൾ ഈ നിലയിലുള്ള മഴ ശക്തമായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിലുള്ള മഴ ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ അതെങ്ങനെ പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വെള്ളക്കെട്ടും അതോടൊപ്പമുള്ള കാര്യങ്ങളുടെയും ഒരു ഗതി നിശ്ചയിക്കുക. പ്രത്യേകിച്ചും ഈ മുല്ലശ്ശേരി കനാൽ റോഡിലെ അല്ലെങ്കിൽ മുല്ലശ്ശേരി കനാലിലെ പണികളൊന്നും അങ്ങനെ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണം, അതോടൊപ്പം തന്നെ ചെളി നീക്കം ചെയ്യൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതടക്കം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ മഴക്കെടുതികൾ സംഭവിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ ഇന്നലെ ശക്തമായ വെള്ളക്കെട്ടായിരുന്നു. മഴ കുറഞ്ഞതുകൊണ്ട് വെള്ളം അല്പം ഒഴിഞ്ഞു തുടങ്ങി. പക്ഷേ ഇന്നും രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട്. അത് കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഇന്നലത്തെ അതേ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. മഴക്കെടുതി ബുദ്ധിമുട്ടാണല്ലേ? വെള്ളക്കെട്ട്. അതെ അതെ. നിങ്ങൾ എവിടെ പോകാൻ? ഞാൻ മൂവാറ്റുപുഴ. അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല അല്ലേ? വെള്ളം ബസ് വരണം. വെള്ളക്കെട്ട് വലിയ ദുരിതമാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞ് എറണാകുളം ജില്ലയുടെ അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ച് KSRTC സ്റ്റാൻഡ് ഇന്നും എല്ലാ വർഷവും ഇതന്നെ. KSRTC സ്റ്റാൻഡ് ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലാണ്. അവർ പറയാതിരിക്കാൻ പറ്റില്ല. പുതിയ ബസ് സ്റ്റാൻഡ് വരുന്നെന്നൊക്കെയുള്ള തീരുമാനമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് എത്ര നാൾ പിടിക്കുമെന്നുള്ളതാണ്. അപ്പം അതുവരെ ജനങ്ങൾ ദുരിതത്തിലാണ്. ഇതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം ഈ വെള്ളക്കെട്ട് ഇപ്പോഴും ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ വെള്ളക്കെട്ട് ഇപ്പോഴും പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരുപാട് നേരം നിന്നങ്ങനെ പെയ്തത് കൊണ്ടാണ് വെള്ളം അത്രത്തോളം കെട്ടാൻ കാരണം. മാത്രമല്ല തീരമേഖലകളിലും അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലുമൊക്കെ ഇത്തരത്തിലുള്ള മഴക്കെടുതി മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഈ വെള്ളക്കെട്ട് ഭയങ്കര പ്രശ്നമാണല്ലേ? പല ഇടറോഡുകളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഓടിയില്ല, വണ്ടിയൊന്നും ഓടിയില്ല. എല്ലാം ഇപ്പോൾ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഈ വെള്ളം കയറിയതുകൊണ്ടാണ് കംപ്ലൈൻറ്റ് അല്ലേ? പിന്നല്ലേ. നിങ്ങളാണല്ലോ ഈ ഇടറോഡുകളിലൊക്കെ കൂടുതലായിട്ട് പോകുന്നത്. പല റോഡുകളിൽ ഇന്നലെയൊക്കെ വെള്ളം കെട്ടുണ്ടായി. ഓട്ടം പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണ്? യാത്രക്കാർ ഞങ്ങളെ ഒന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങോട്ട് പോകാനാ? ഇതേ വണ്ടി ഇതല്ലേ. ഇപ്പോൾ ഇതേ വണ്ടി അരമണിക്കൂറായി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പറ്റുന്നില്ല, സ്റ്റാർട്ടാകുന്നില്ല. മാത്രമല്ല ഈ KSRTC സ്റ്റാൻഡിലാണെങ്കിലും വലിയ പ്രശ്നമാണല്ലോ. ഇന്നലെ 2 മണി വരെ ഞങ്ങളിവിടെ കിടന്നിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. ഇവിടെയൊക്കെ മുട്ടൻ വെള്ളം വരുന്നത്. സ്റ്റാൻഡിൽ പിടിച്ചാലേ ഓടാൻ പറ്റുള്ളൂ. അവർ ചേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയാണ്. ഒരുപാട് നേരം നോക്കി, പറ്റുന്നില്ല. നമ്മളത് കാണുന്നുണ്ട്. കാരണം ഈ ഇടറോഡുകളിലൊക്കെ തന്നെ ഈ വാഹനം പോകുന്ന ഘട്ടത്തിൽ വെള്ളം കയറുന്നു. അതോടൊപ്പം തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾ. വേറൊരു വശത്ത് ഒരുപാട് നേരമായി ചേട്ടൻ നോക്കുന്നു വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഈ മഴക്കെടുതി മൂലം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പറയുന്നത്. ഈ വഴിനട അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്ക് മാത്രമല്ല, അതോടൊപ്പം പല ആളുകൾ, കച്ചവടക്കാർക്ക്, അതോടൊപ്പം തന്നെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൊച്ചിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ശക്തമായ മഴ പെയ്താൽ ഒറ്റ നേരം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ വെള്ളം വലിയതോതിൽ തന്നെ കെട്ടാറുണ്ട്. അതൊന്നും ഈ ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ഡ്രെയിനേജ് ഓവർഫ്ലോ ആകുന്നു, അല്ലെങ്കിൽ അവിടെ വെള്ളം കൂടുതൽ വരുന്നു, അങ്ങനെ മറ്റിടങ്ങളിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും ഈ ചെളി വെള്ളമൊക്കെയാണ് കൂടുതലായും എത്തുന്നത്. അതും ഏവരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അത്തരത്തിൽ ശക്തമായിട്ടുള്ള മഴ വീണ്ടും ഇന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പോയാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. ശരി രാഗൻ, നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്നും ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ് അശ്വിനി ആശുപത്രിയിലാണുള്ളത്. ലിഷോയ്, അശ്വിനി ആശുപത്രി ഇന്നലെ രാത്രി ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ്. കാഷ്വാലിറ്റി മുഴുവൻ മുങ്ങിപ്പോയൊരു സ്ഥിതിയായിരുന്നു. ഇപ്പോഴും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? മഴയുടെ എന്തെങ്കിലും സാധ്യത അവിടെ ഉണ്ടോ? മഴ പെയ്യുന്നുണ്ടോ? കൃത്യമായി ഈ കാഷ്വാലിറ്റി ഒക്കെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ എല്ലാം തന്നെ വൃത്തിയാക്കുന്നതാണ്. അതായത് ഈ മേഖലയിലെല്ലാം തന്നെ മുഴുവനായി ബെഡുകളാണ് ഉണ്ടായിരുന്നത്, കാഷ്വാലിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആകെ ചെളിയെല്ലാം കയറി. അതിനോടൊപ്പം തന്നെ ഇവിടെ എല്ലാം ബെഡുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ആശുപത്രിയുടെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. കാഷ്വാലിറ്റിയിൽ അത്യാവശ്യമായി വേണ്ട ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ ഇത്രത്തോളമാണ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നത്. ഈ ഒരു വെള്ളം ഈ ലെവലിലാണ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നത് ഈ കാഷ്വാലിറ്റിക്കകത്ത്. ഇവിടെ എല്ലാം തന്നെ രോഗികളെ കിടത്തുന്ന ബെഡുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട ഒരു ക്രമീകരണങ്ങളാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ക്ലീനിങ് പരിപാടികൾ? ക്ലീനിങ് ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ക്ലീനിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ ഒരു മണിയോട് കൂടിയിട്ട്
കാഷ്വാലിറ്റി ഒരുവിധം വെള്ളം ഇറങ്ങിയതിന് ശേഷം ഇന്നലെ 1 മണിയുടെ ഉള്ളിൽ നിർത്തി. ഇന്ന് രാവിലെ നമ്മൾ അഡീഷണലായിട്ട് കുറച്ച് ക്ലീനിങ് ആൾക്കാരെ വിളിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ക്ലീനിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ മഴ വീണ്ടും വരുന്നുണ്ടല്ലോ, അപ്പോൾ പ്രശ്നമാവുന്ന പേടിയുണ്ടോ? ഞങ്ങളത് കോർപ്പറേഷനിൽ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കാന തുറന്നിട്ടാണ് വെള്ളം പോയത്. ബ്ലോക്കായി കിടക്കുക, കാന ബ്ലോക്കായി കിടക്കുകയായിരുന്നു. ഞങ്ങൾ പല പ്രാവശ്യം കോർപ്പറേഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അവർ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. എന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ അടുത്ത് ഇന്നലെ എല്ലാ കാര്യങ്ങളും വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അടിയന്തരമായിട്ട് ഇന്ന് മീറ്റിംഗ് കൂടിയിട്ട് ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു 10 മണിയോട് കൂടിയിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് രോഗികളെ കയറ്റാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇവിടെ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് മിനിമം ഒരു 3 കോടിയുള്ള രൂപയോളം വില വരുന്ന സാധനങ്ങൾ നശിച്ചു കഴിഞ്ഞു. CT സ്കാൻ മൊത്തം പോയി, അൾട്രാസൗണ്ട് സ്കാനിങ് മെഷീൻ മൊത്തം പോയി, എക്സ്റേ മെഷീൻ മൊത്തം പോയി. അങ്ങനെ മൊത്തം എല്ലാം പോയി കിടക്കുകയാണ്. ഇനി അത് രണ്ടാമതും മാറ്റി ഇതെല്ലാം മെഷീനറിയൊക്കെ ഓർഡർ ചെയ്ത് വരാൻ തന്നെ മാസങ്ങളോളം പിടിക്കും. വലിയൊരു നാശനഷ്ടമാണ് അശ്വിനിക്ക് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും. അതായത് 2018 പോലും ഇത്രത്തോളം വെള്ളം, പ്രളയം ഉണ്ടായപ്പോൾ പോലും ഇത്രത്തോളം വെള്ളം ഇവിടെ കയറിയിട്ടില്ല. എല്ലാ വർഷവും നേരിയ തോതിൽ വെള്ളം ഈ ആശുപത്രിക്ക് മുൻവശത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയേറെ ഒറ്റ മഴയ്ക്ക് ഉണ്ടാകുന്ന സംഭവം ആദ്യമായാണ്. നേരത്തെ രാജ്ഞിൻ സൂചിപ്പിച്ച പോലെ ഒരു മഴ പെയ്താൽ കൊച്ചിയിലെ അവസ്ഥ ഇതാണ് എന്നുള്ള കാര്യമാണ് രാജ്ഞിൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ തൃശ്ശൂരിലെ അവസ്ഥയും ആ ഒരു സമാനമായ രീതിയിലേക്ക് എത്തുകയാണോ എന്നൊരു ആശങ്കയാണ് ഈ ഒരു കാര്യം. അതായത് ഇന്നലത്തെ മഴയ്ക്ക് ഉണ്ടായ തൃശ്ശൂർ നഗരത്തിലുണ്ടായ ഒരു വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഒരു സൂചനയാണ്. കാരണം മായി നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ്. ഇനി വരാൻ പോകുന്ന വർഷകാലത്തിൽ എത്രത്തോളം ദുരിതം തൃശ്ശൂർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുകൊണ്ട് ഇനിയാണ് ഇന്നിപ്പോൾ വീണ്ടും കോർപ്പറേഷൻ ഇത് സംബന്ധിച്ച് യോഗം ചേരുന്നുണ്ട്. അതെല്ലാം ചേർന്നുകൊണ്ട് ഇനി എന്ന് ഈ പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തൃശ്ശൂർ നഗരം എന്ന് പറയുമ്പോൾ കൃത്യമായി വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നഗരത്തിനകത്ത് വെള്ളക്കെട്ട് തീരെ ഉണ്ടാകാറില്ല. പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നഗരത്തിനകത്ത് പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. അതായത് താരതമ്യേന ഉയർന്ന പ്രദേശമാണ്. മറ്റ് ജില്ലകളെ പോലെ അല്ലെങ്കിൽ കൊച്ചിയെ പോലെയോ കോഴിക്കോട് പോലെയോ തിരുവനന്തപുരം പോലെയോ താഴ്ന്ന പ്രദേശമല്ല, ഒരു ഉയർന്നു നിൽക്കുന്നൊരു പ്രദേശമാണ്. സീ ലെവലിനേക്കാൾ വളരെയേറെ ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ട് തീരെ ഉണ്ടാകാറില്ല. പക്ഷേ ഇത്തവണ അതെല്ലാം തന്നെ ഈ ഡ്രെയിനേജ് സംവിധാനം എല്ലാം തന്നെ പാളിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ.